പലവൻപടി പുഴയിൽ മുങ്ങിമരിച്ച ദന്തൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് കണ്ണീരോടെ വിട. ഭൗതിക ശരീരം കോളേജ് അങ്കണത്തിൽ പൊതുദർശനത്തിനെത്തിച്ചപ്പോൾ സഹപാഠികളും അധ്യാപകരും മാനേജ്മെന്റ് പ്രതിനിധികളും കണ്ണീരോടെ പ്രണാമമർപ്പിച്ചു. ഡീൻ കുര്യാക്കോസ് MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വിട നൽകാനെത്തി. വടാട്ടുപാറ പലവൻപടി പുഴയിൽ മുങ്ങിമരിച്ച വിദ്യാർത്ഥികളുടെ ഭൗതിക ശരീരം കോതമംഗലം മാർ ബസേലിയോസ് ദന്തൽ കോളേജിൽ പൊതുദർശനത്തിന് എത്തിച്ചു. കോട്ടയം സ്വദേശികളായ ബിയോൺ, അതുൽ, തിരുവനന്തപുരം സ്വദേശി ഹരീഷ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം പുഴയിൽ മുങ്ങിമരിച്ചത്. കോതമംഗലം മാർ ബസേലിയോസ് ദന്തൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് മൂവരും. 9 പേരടങ്ങുന്ന സംഘം ഇടമലയാർ പവർ ഹൗസിന് താഴെ പലവൻപടി ഭാഗത്ത് കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടം സംഭവിച്ചത്. ഒഴുക്കിൽപ്പെട്ട 3 പേരെയും ഫയർഫോഴ്സ് മുങ്ങിയെടുത്ത് MBMM ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആദ്യം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ബിയോണിന്റെയും അതുലിന്റെയും ഭൗതിക ശരീരമാണ് ദന്തൽ കോളേജ് അങ്കണത്തിൽ പൊതുദർശനത്തിന് എത്തിച്ചത്. വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെന്റ് പ്രതിനിധികളും കണ്ണീരോടെ പ്രണാമമർപ്പിച്ചു. ഡീൻ കുര്യാക്കോസ് MP, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു തുടങ്ങിയ ജനപ്രതിനിധികളും എത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 60, കോതമംഗലം.